ഹായ് മീനു. കോളേജ് തുറന്നില്ലേ? ചിൻസി ഹായ്. സുഖമാണ്. പല്ല് വയ്യ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അനാമി ഹായ്. എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ട്? ചേച്ചി എന്ന് ഉറക്കും നിങ്ങൾക്ക്? എനിക്ക് നിങ്ങൾക്ക് സെപ്റ്റംബർ 2-നെങ്ങാണ്ടാണല്ലേ വെച്ചത്? മൺഡേ ഓപ്പൺ ആകും. ഓക്കെ അപ്പം ടൈമുണ്ട്. പല്ല് വയ്യ, ലൈവ് വരണോ വേണ്ടോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ടുഗദർ ലൈവ് ആണ്, ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മെമ്പേഴ്സ് ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പല്ല് വയ്യ ഓൾറെഡി മീനുവിനറിയാം, കാരണം അന്ന് ഡാൻസ് പ്രാക്ടീസിന്റെ ടൈമിൽ ഞാൻ ഒട്ടും വയ്യാതിരിക്കുകയായിരുന്നു. നീരുണ്ട്. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയടാ. അന്ന് ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചതാണ്. പക്ഷെ എന്നിട്ടും പല്ല് എടുക്കണം. അത് 28 വയസ്സ്, 23-നും 21-നും 28 വയസ്സിനും ഇടയ്ക്ക് നമുക്ക് പല്ല് വരും. അവസാനം വരുന്ന പല്ലുണ്ട്. അപ്പം എനിക്കത് പല്ല് വന്ന്, പക്ഷെ പല്ല് വന്നതിനകത്ത് എന്റെ വായില് ആ പല്ലുകൾ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. 4 പല്ല് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ എനിക്കിപ്പം ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിങ്ങനെ കടി കൊണ്ട് ഇവിടെ കവിളും മുറിഞ്ഞു, പല്ല് മൊത്തവും മോണ മൊത്തവും വീങ്ങിയിരിക്കും ഇൻഫെക്ഷൻ ആയിട്ട്. ഇനിയിപ്പം 5 ദിവസം മരുന്ന് കഴിച്ച് ആന്റിബയോട്ടിക് കഴിച്ച് ഇത് കുറച്ചിട്ട് ചെന്നിട്ട് 2 പല്ല് എടുക്കാം എന്ന് പറഞ്ഞു. മുകളിലത്തെ ഇവിടുത്തെ മുകളിലത്തെ പല്ലും ഈ ഭാഗത്തെ മുകളിലത്തെ പല്ലും എടുക്കാന്ന് പറഞ്ഞു. ലൈക്ക് പുറത്തായിരുന്നു, ഇപ്പം വീട്ടിലെത്തിയേ ഉള്ളൂ. ഓക്കെ. ഗോകുലന് പനിയായി. നിശാന്തന്റെ കല്യാണം ഉണ്ട്. നിശാന്തന്റെ കല്യാണം അല്ല, മുറപ്പണിന്റെ കല്യാണം. ചേട്ടൻ ജോലിക്ക് പോയി. വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്തായാലും എടുക്കാം എന്നാ എന്നോട് പറഞ്ഞത്. ഒട്ടും വയ്യ, സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ നല്ല ഫുഡ് പോലും കഴിക്കാൻ വയ്യ. ഇപ്പൊ 2 ദിവസം നമ്മൾ ടൂറ് പോയായിരുന്നു. ടൂറ് പോയപ്പോ പോലും ഞാൻ അതിന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ബാക്കി നിശാന്തനും ഗോകുലനും തന്നെ തിന്ന് തീർത്തത്. കാരണം എനിക്ക് വയ്യ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒള്ളി ലിക്വിഡ് ഐറ്റംസ്. ഇന്ന് പോയപ്പോഴും ലിക്വിഡ് ഐറ്റംസ് കഴിക്കാൻ പറഞ്ഞു. കാരണം ഇവിടെ ഈ ഭാഗത്ത് കടി കൊണ്ട് ഇവിടെ മുറിഞ്ഞ് അത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നു. ഈ ഭാഗത്തും കടി കൊണ്ട് ഇവിടെ അസിഡിറ്റി ആയി എന്ന് അൾസർ ആയി എന്ന് പറയുന്നു. ഇപ്പൊ പിന്നെ ഉച്ചക്ക് ഭയങ്കര വിശപ്പ്, കാരണം ഫുഡ് കഴിക്കുന്നില്ലല്ലോ. ഞാൻ ഒട്ടും കഴിക്കുന്നില്ല. വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ, കാരണം വെള്ളം ആയിക്കൊള്ളുമ്പോഴും നീറുന്നുണ്ട്. മുറിഞ്ഞിരിക്കുന്ന കാരണം എല്ലായിടും നീറുന്നു. അങ്ങനെ സ്ട്രോ ഒക്കെ ഇട്ടാണ് വെള്ളമൊക്കെ വലിച്ചു കുടിച്ചിറക്കുന്നത്. പിന്നെ ഇന്നിപ്പോ ഉച്ചക്ക് ഭയങ്കര വിശപ്പ് കാരണം മിക്സിയിൽ കഞ്ഞി ഇട്ട് അടിച്ചിട്ട് അത് കുടിക്കായിരുന്നു. നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ ഫാമിലി അതാണ് ഞാനത് പറയാൻ കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ എന്ന് വിചാരിച്ചോണ്ടിരുന്നോണ്ടാണ് ഇങ്ങനെ പറയാഞ്ഞത്.